നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ BSc നഴ്സിംഗിന് 2025 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ ഏകദേശം തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും എങ്ങനെയാണ് എൻട്രൻസ് ആണോ ഈ വർഷവും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും എൻട്രൻസ് ഈ വർഷവും കാണത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതേസമയം തന്നെ കർണാടകയിലെ എൻട്രൻസ് എക്സാമിനുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ജനുവരി മാസം 23-ാം തീയതി മുതൽ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ജനുവരി മാസം 23 മുതൽ ഫെബ്രുവരി മാസം 21 വരെയാണ് ഇപ്പോൾ ആപ്ലിക്കേഷന്റെ തീയതികൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KEA നടത്തുന്ന എക്സാം ആയിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നടത്തപ്പെടുക. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളിലായിട്ട് വെവ്വേറെ എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. 2 ദിവസങ്ങളായിട്ടാണ് എക്സാംസ് നടത്തപ്പെടുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വരുന്ന മാർക്കുകൾ പരിഗണിച്ചായിരിക്കും എൻട്രൻസിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ നടത്തപ്പെടുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് KEA വഴി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്താൽ മതിയാവുമോ, അങ്ങനെയുള്ള ഏതാനും ചില സംശയങ്ങളാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ KEA എന്നുള്ളത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന എക്സാംസ് വഴിയാണ് കർണാടകയിലേക്കുള്ള BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സുകൾ അല്ലെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ മിക്കവാറും നടത്തപ്പെടുക. കർണാടകയിൽ BSc നഴ്സിംഗിന് വേണ്ടി ഒരു സെൽഫ് ഫിനാൻസിംഗിൽ ഒരു പ്രൈവറ്റ് കോളേജിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20% വരുന്ന സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകളാണ്. അതായത് KEA ഇല്ലാതെ തന്നെ ഡയറക്റ്റ് കോളേജുകാർക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സീറ്റുകളാണ്. ബാക്കി വരുന്ന 20% സീറ്റുകൾ ഗവൺമെന്റ് സീറ്റുകളാണ്. അതായത് കർണാടക സ്റ്റുഡൻസിന്, കർണാടകയിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്നതാണ്. ബാക്കി വരുന്ന 60% സീറ്റുകളിലേക്കാണ് KEA അലോട്ട്മെന്റ് വഴി അല്ലെങ്കിൽ എൻട്രൻസ് വഴി നമ്മൾ അഡ്മിഷൻസ് നടത്തപ്പെടുക. അപ്പോൾ നോൺ കർണാടക സ്റ്റുഡൻസിന് നമുക്ക് മെയിൻ ആയിട്ട് എൻട്രൻസ് വഴി നമുക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുന്ന ഈ ഒരു 60% സീറ്റുകളിലേക്കാണ്. അപ്പോൾ നിരവധി സീറ്റുകളാണ് കർണാടകയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് ലെവലിലുള്ള കോളേജുകൾ ഉൾപ്പെടെ മിക്കവാറും നല്ല കോളേജുകളൊക്കെ തന്നെ നിരവധി കുട്ടികളാണ് കേരളത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കർണാടകയിലെ എക്സാമിനേഷൻസിന് വേണ്ടി അതായത് നമ്മൾ ആപ്ലിക്കേഷൻ മുതൽ ജോയിൻ ചെയ്യുന്നത് വരെ നിരവധി സ്റ്റെപ്പുകൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏകദേശം 15ഓളം സ്റ്റെപ്പുകൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഈ പറയുന്ന കർണാടക എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസം 23 മുതൽ ഫെബ്രുവരി മാസം 21 വരെ സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2500 രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ. അതായത് നമ്മൾ ഈ പറയുന്ന അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രോസസ്സുകൾ, എന്തെങ്കിലും മിസ്റ്റേക്കുകളോ നമ്മൾ അപ്ലോഡ് ചെയ്തതിനകത്ത് ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റീ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് കറക്ഷൻ ടൈം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ വെരിഫിക്കേഷൻ പ്രോസസ്സ് പ്ലസ് കറക്ഷൻ ടൈം ആയിട്ടാണ് ഈ രണ്ടാമത്തെ ഘട്ടം അറിയപ്പെടുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം തന്നെയാണ് നമുക്ക് എക്സാംസ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ സെന്റർ സെലക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നടന്നതെന്ന് വെച്ചാൽ കർണാടകയിൽ മാത്രമായിരിക്കും ഇതിന് എക്സാം സെന്ററുകൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീടിനോട് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള മെയിൻ സെന്ററുകൾ നമുക്ക് ആ ഒരു സമയത്താണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള അതായത് ബസ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ട്രെയിൻ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെന്റർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളാണെങ്കിലും പലരും അക്ഷയ വഴിയൊക്കെ രജിസ്റ്റർ ചെയ്ത സമയത്ത് അങ്ങ് ദൂരത്തുള്ള സെന്ററുകൾ കൊടുക്കുകയും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സെന്റർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്ത ഒരു ഘട്ടം എന്ന നിലയിൽ നമ്മൾ പ്രീ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു എൻട്രൻസ് എക്സാം, നമ്മൾ ഒരു നീറ്റ് പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് നമ്മൾ ഇവിടെയും എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സാം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹാൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാം സെന്ററുകളും അതുപോലെ തന്നെ എവിടെയാണ് നമുക്ക് ലഭിച്ചത്. കാരണം നമ്മൾ ഒന്നിലധികം ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന സെന്ററുകൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലേസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് കൺഫേം ചെയ്തിട്ട് നമുക്ക് എക്സാം സെന്റർ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ആണ് ഈ അടുത്ത ഘട്ടമായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ എക്സാം ടൈം ആണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസമായിട്ടാണ് പരീക്ഷകൾ നടത്തപ്പെടുന്നത്. നോൺ കർണാടക സ്റ്റുഡൻസിന് 4 എക്സാംസ് ആണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഇതിൽ തന്നെ BSc നഴ്സിംഗിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം എഴുതിയാൽ മതിയാവും. മാത്സ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം, പക്ഷെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 2 ദിവസമായിട്ട് AM PM
രാവിലെയും ഉച്ചകഴിഞ്ഞുമായിട്ടായിരിക്കും ഓരോ എക്സാംസും നടത്തപ്പെടുക. ആപ്ലിക്കേഷൻ സമയത്ത് മിക്കവാറും കുട്ടികളൊന്നും തന്നെ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കാണണമെന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മാർക്ക് ലിസ്റ്റുകളും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. അപ്പോൾ എൻട്രൻസിന് നമുക്ക് എത്രത്തോളം മാർക്കുകൾ സ്കോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. ഏകദേശം 60 മാർക്കിലായിരിക്കും ഓരോ സബ്ജക്റ്റുകളും നമുക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കിൽ എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടുക. അപ്പൊ റാങ്ക് ലിസ്റ്റുകൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ, അതായത് +2 മാർക്ക് ലിസ്റ്റുകളും അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്ക് എക്സാമിന് ലഭിച്ചിരിക്കുന്ന എൻട്രൻസ് എക്സാമിന് ലഭിച്ചിരിക്കുന്ന മാർക്കുകളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ സ്ലിപ്പിൽ കിട്ടുന്നതാണ്. ഇത് കൂടാതെ തന്നെ സീക്രട്ട് കീ അങ്ങനെയുള്ള ഏതാനും ചില കോഡ്സും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധകൾ ചെലുത്തേണ്ട കാര്യങ്ങളാണ്. പല കുട്ടികളും ആദ്യത്തെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള പല കാര്യങ്ങൾ അവർ നോക്കാതെ പോവുകയും അവസാനം വരുമ്പോൾ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻട്രൻസിന്റെ ബാക്കിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാതെയും വരുന്നുണ്ട്. അപ്പോൾ വളരെയധികം കൃത്യതയോടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൻ്റെ അകത്തുള്ള സീക്രട്ട് കീ അങ്ങനെയുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള ഓരോ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളത് വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി കോളേജ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കർണാടകയിലുള്ള എല്ലാ കോളേജുകളിലേക്കും ഗവൺമെന്റ് കോളേജുകൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ കോളേജുകളിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ പ്രയോറിറ്റി ബേസിസിൽ നമുക്ക് ഇവിടെ കോളേജുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിലും ഈ കോളേജ് ഓപ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ തന്നെ മാർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിൽ റാങ്കുകൾ ഉള്ള കുട്ടികൾക്ക് പോലും പല കോളേജുകളിൽ ലഭിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കോളേജ് ഓപ്ഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ട്രയൽ അലോട്ട്മെന്റുകളിലേക്ക് പോവുക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന കോളേജുകൾ ഏകദേശം ഏത് റാങ്ക് വരെയുള്ള കോളേജുകളാണ് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വീണ്ടും മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ട്രയൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ മോക്ക് അലോട്ട്മെന്റിൽ ഉണ്ടാവുക. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ അലോട്ട്മെന്റുകൾ ഉണ്ടാവുക. അപ്പോൾ മെയിൻ അലോട്ട്മെന്റിന്റെ സമയത്താണ് നമുക്ക് നമ്മുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചോയ്സിന്റെ അടിസ്ഥാനത്തിൽ ഏത് കോളേജാണ് നമുക്ക് സെലക്ട് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയും വീണ്ടും 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോയ്സ് എൻട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെന്റിൽ ലഭിച്ചിരിക്കുന്ന കോളേജുകൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ അലോട്ടഡ് കോളേജിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അതിനുള്ള ചോയ്സ് കൊടുക്കുകയും വീണ്ടും അതിനുശേഷം അഡ്മിഷൻ ഫീ അടച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പ്രിന്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് വരുന്നത്. അപ്പോൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ജോയിനിങ് റിപ്പോർട്ടും നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ മുതൽ ജോയിനിങ് റിപ്പോർട്ട് വരെയുള്ള പ്രോസസ്സുകളാണ് എൻറ്റയർ പ്രോസസ്സുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കെയ്യുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി അല്ല കെയ്യുടെ എൻട്രൻസ് എക്സാമിൽ കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെന്റർ വഴി ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഓരോ ഘട്ടങ്ങളും വളരെയധികം കൃത്യതയോടെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോളേജുകൾ നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളാണെങ്കിൽ നിരവധി കുട്ടികൾക്ക് കെയ്യുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് എൻട്രൻസ് എക്സാമിന്റെ ഒക്കെ ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ നിരവധി കുട്ടികൾ അതുപോലെ സ്വന്തമായിട്ട് ചെയ്ത് അല്ലെങ്കിൽ അക്ഷയ വഴിയൊക്കെ ചെയ്ത് കുറച്ചുങ്ങൾ അബദ്ധങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ഈ വർഷവും പ്രോപ്പറായിട്ട് തന്നെ ഈ പറയുന്ന കെയ്യുടെ എൻട്രൻസിന്റെ ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ മുതൽ ജോയിനിങ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മളുള്ള സപ്പോർട്ടുണ്ട്. ഏകദേശം 15ഓളം പ്രോസസ്സുകൾ അല്ലെ 15ഓളം സ്റ്റെപ്പുകളാണ് ഈ കെയ്യെ അലോട്ട്മെന്റ് പ്രോസസ്സിലെല്ലാം ഉണ്ടാവുക. അപ്പോൾ അതിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ സൈഡിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കെയ്യുടെ എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ മുതൽ ജോയിനിങ് വരെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തിക്കുന്നതാണ് കെയ്യുടെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ കെയ്യുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ചെറിയൊരു ഫീസ് മാത്രമായിരിക്കും നമ്മൾ ചാർജ് ചെയ്യപ്പെടുക. കാരണം ഓരോ പ്രാവശ്യം ഇപ്പൊ 15ഓളം സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ പറയുന്ന അക്ഷയ വഴിയൊക്കെ ആണെങ്കിൽ പോകുമ്പോഴും ചെറിയ ചെറിയ ഫീസുകൾ നൽകി ഒരു വലിയൊരു ഫീസിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ കെയ്യുടെ സപ്പോർട്ട് ഗൈഡൻസിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു മറ്റൊരു കാര്യമാണ്, നമ്മൾ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതണം, പക്ഷെ പ്രീ ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എല്ലാവരുടെയും മനസ്സിലൊരു കാര്യമാണ്, പ്രീ ബുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടത്, കോളേജുകൾ ബുക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിരവധി കുട്ടികളും പേരൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ 2-3 കാറ്റഗറിയുള്ള കുട്ടികളാണ് പ്രീ ബുക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, പ്രീ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എത്രത്തോളം ഫീസ് പാക്കേജ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായിട്ട് 9 ലക്ഷത്തിലും താഴെ നിങ്ങൾ ബഡ്ജറ്റ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. കാരണം കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം അതിന്റെ ട്യൂഷൻ ഫീ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. 1,40,000 രൂപ ട്യൂഷൻ ഫീയും അതുപോലെ തന്നെ അഡീഷണൽ ഫീസുകളായിട്ടുള്ള മറ്റുള്ള അസസറി ഫീസുകൾ ഉണ്ടാവുന്നതാണ്. കൂടാതെ തന്നെ ഏകദേശം ഒരു 70,000-80,000 രൂപയോളം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇനത്തിലും ചാർജ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 9 ലക്ഷം മുകളിലേക്കായിരിക്കും ഈ കർണാടക എക്സാമിനേഷൻ വഴി എൻട്രൻസ് വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈടാക്കുന്ന ഫീസ്. അതായത് ഏകദേശം 9-10 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ ഒരു ഫീസിലായിരിക്കും കെയ്യ വഴി അലോട്ട്മെന്റ് വഴി പോകുന്ന കുട്ടികൾക്ക് നൽകേണ്ടതായിട്ട് വരിക. ഇപ്പൊ നിങ്ങൾക്ക് 7 ലക്ഷം 8 ലക്ഷം ഒക്കെയാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കെയ്യ വഴി മാത്രം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സ് കൂടെ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കോളേജുകാർക്ക് ഇത്രയും ഫീസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾ നൽകി നിങ്ങൾ ഈ പറയുന്ന കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേസമയം നിങ്ങൾ മെഡിക്കൽ കോളേജുകളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ, മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന് മുകളിലേക്ക് പോയാലും ഫീസ് പോയാലും കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് സംബന്ധിച്ചെന്ന് പറയുമ്പോൾ കെയ്യ വഴി നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ കൂടെ നിങ്ങൾക്ക് അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രീ ബുക്ക് ചെയ്യുമ്പോൾ 2-3 കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ഞാൻ ഫസ്റ്റ് സജഷൻസ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോ പാക്കേജിൽ ചെറിയ ബഡ്ജറ്റിൽ 9 ലക്ഷത്തിലും താഴെയുള്ള ബഡ്ജറ്റ് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. അതും ഇപ്പോൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഫീസ് എല്ലാം തന്നെ ക്രമാതീതമായിട്ട് കൂടുകയും ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഫീസ് കൂടി അത്യാവശ്യം നല്ല രീതിയിലേക്കും ഫീസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചെറിയൊരു ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് കോളേജുകൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക്, ഒരു ആവറേജ് മാർക്കുള്ള കുട്ടികൾ, ഒരു 80%, 85% മാർക്കിൽ താഴെയുള്ള കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് പോകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഫീസിൽ തന്നെ, ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലോൺ കാര്യങ്ങൾ നോക്കുന്ന കുട്ടികൾ. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ ലോൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെജോറിറ്റി കുട്ടികളും നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കെയ്യ വഴി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ തന്നെ നമ്മൾ ഫുൾ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻസ് നൽകുകയുള്ളൂ. അതായത് 1,40,000 പ്ലസ് ഹോസ്റ്റൽ ഫീസ് ആയിട്ടുള്ള 70,000 80,000 ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ഫീസ് നമ്മൾ ആദ്യം തന്നെ അടച്ചാൽ മാത്രമായിരിക്കും ഒരു പക്ഷേ എങ്കിൽ അവർക്ക് അഡ്മിഷൻസ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ലോൺ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള കുട്ടികളും തീർച്ചയായിട്ടും പ്രീ ബുക്ക് ചെയ്ത് അതനുസരിച്ചുള്ള നിങ്ങളുടെ പാക്കേജ് കുറഞ്ഞ കോളേജുകളിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നതിനുള്ള സംശയങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ എന്തെങ്കിലും ഗൈഡൻസ് കാര്യങ്ങൾ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല കോളേജുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസ് എല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഈ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ എൻട്രൻസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ വർഷം എൻട്രൻസ് ഉണ്ടാവുകയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഏകദേശം 8 ലക്ഷത്തിന് മുകളിലേക്കുള്ള ഫീസ് പാക്കേജിലാണ് മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ ലഭിക്കുക. അപ്പോൾ അവിടെയും അഡ്മിഷൻ പ്രോസസ്സുകൾ പല കോളേജുകളിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓരോ കോളേജുകളിലും വേണ്ടത്ര അഫിലിയേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ, അതുപോലെ തന്നെ അവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. കഴിവതും സബ് കോളേജുകൾ, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, അഫിലിയേഷൻ ഇല്ലാത്ത സബ് കോളേജുകൾ നിരവധി കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ കഴിവതും അഡ്മിഷൻസ് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ കർണാടകയിലേക്കാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ
ഈ KE-യുടെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ 2025-ലുള്ള എല്ലാ അപ്ഡേറ്റ്സും നഴ്സിംഗ് ആയിക്കോട്ടെ മറ്റുള്ള കോഴ്സുകളുടെ ആണെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ചാനലിൽ കൂടി നഴ്സിംഗ് ഡയറീസിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.